യൂത്ത് കോൺഗ്രസ് മയ്യനാട് മണ്ഡലം കമ്മിറ്റിയും കോൺഗ്രസ് കൊട്ടിയം വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി KSEB കൊട്ടിയം സെക്ഷൻ ഓഫീസിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിതറ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മയ്യനാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വിപിൻ ജോസിന്റെ അധ്യക്ഷതയിലാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. കോൺഗ്രസ് കൊട്ടിയം വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സജീവ് ഖാൻ സ്വാഗതം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ആരിഫ് മാർച്ചിനെ അഭിസംബോധന ചെയ്തു. കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ അന്തകനായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ റിയാസ് ചിതറ കുറ്റപ്പെടുത്തി. ഇന്ത്യയിൽ ഏറ്റവും അധികം വൈദ്യുതി നിരക്ക് വാങ്ങുന്ന സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിൽ വീണ്ടും നിരക്ക് വർധനവ് വരുത്തിയിരിക്കുന്നത് സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒന്നല്ല രണ്ടല്ല നിരവധി വട്ടമാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ബംഗാൾ എങ്ങനെ കിടക്കുന്നു, CPM ഭരിച്ച ബംഗാൾ എങ്ങനെ കിടക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് അരകല്ലിന്റെ കാലഘട്ടത്തിലേക്ക് ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സാധാരണക്കാരായ എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ വില വർധനവ് കൊണ്ട് വിയർപ്പ് മുട്ടിക്കുന്ന അല്ലെങ്കിൽ കണ്ണീര് മുട്ടിക്കുന്ന തരത്തിലേക്ക് ആ സാഹചര്യത്തിൽ പിണറായി വിജയൻ ഈ നാടിനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംഘടിപ്പിച്ച് വലിയ സമരപരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ആരിഫും പറഞ്ഞു. വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരം ഈ പറയുന്ന സമാധാനപരമായ സമരമായിരിക്കില്ല. ഞങ്ങളുടെ സമരം അക്രമാസക്തമാകുന്ന സ്ഥിതിയിലേക്കാണ് ഇന്ന് ഓരോ പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പൂർണ്ണ അഭിവാദ്യങ്ങൾ മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്കും കൊട്ടിയം വെസ്റ്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്കും. നേതാക്കന്മാരായ ഷമീർ മയ്യനാട്, സനൽ പുതിച്ചിറ, ഇനാബ് നാസി, അനസ് ഇരവിപുരം, ഫസലുദ്ദീൻ, സംഗീത മയ്യനാട്, നിസാം പുളിക്കത്തുണ്ടിൽ, ഫഹദ് കൊട്ടിയം, സുമിത്ത്, KB ഷഹാൽ, നാസർ, അബ്ദുള്ള, സജീവ് കെട്ടിടത്തിൽ, ഷാനു തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. 19 പിണറായി വിജയൻ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. അത് കഴിഞ്ഞ് 2022 വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. അത് കഴിഞ്ഞ് 2023 വർദ്ധിപ്പിച്ചു. ഇപ്പൊ 2024 വർദ്ധിപ്പിച്ചതിന് ശേഷം 25 ചാർജ് കൂടി പ്രഖ്യാപിച്ചിരിക്കും. അങ്ങനെ 5 പ്രാവശ്യമാണ് കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളോട് ഈ കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.